അപ്പോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇന്നത്തെ ടോപ്പിക് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കും, ചിലപ്പോൾ നമ്മൾ കരയും. വെറുതെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ശരിക്കും ഇന്നത്തെ ടോപ്പിക് ഭയങ്കര സിമ്പിളാ. നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഏതാ? 20 to 25. സിമ്പിളായിട്ട് അവരൊക്കെ പറഞ്ഞു ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. 20 to 25 ഏജ് ഗ്രൂപ്പിൽ ആൾക്കാർ ജനറൽ ആയിട്ട് ഫേസ് ചെയ്യുന്ന അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ പറ്റി നമ്മൾ വെറുതെ സംസാരിക്കുന്നു. ഡിപ്രഷൻ മേ ബി. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന സംഭവങ്ങളെ പറ്റി സിമ്പിളായിട്ട് നമുക്ക് സംസാരിച്ചു പോകാം. അത്രയും. അപ്പൊ ആദ്യം എന്തിനെ പറ്റി സംസാരിക്കണം? നീ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നീ പറ. ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ കഴിഞ്ഞും കൂടുതൽ ഇപ്പം നമ്മൾ ഓൾറെഡി 10-25 വർഷം അല്ലെങ്കിൽ ഒരു അതോട് അപ്പോൾ ഓൾറെഡി നമുക്കൊരു ഏജായി, 25 വയസ്സിനുള്ളിലായ ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പം നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനുള്ളിൽ മിസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ടാവും. അതെന്തൊക്കെയായിരിക്കും? നീ മിസ് ചെയ്യുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ ജോയില്? ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ മിസ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ. നീ ഇപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, കഴിഞ്ഞു പോയ സംഭവങ്ങൾ. ബാധ്യതകളില്ലാത്ത ഒരു ടൈം അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് 0 ഡെപ്റ്റിൽ നടന്നൊരു ടൈമുണ്ട്. അന്നേരം ഈ പറഞ്ഞ പോലെ അതൊക്കെ അപ്പോഴും അതിൻ്റെ ഒന്നും വില അറിയത്തില്ല. അന്നേരം എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളുടെ വിലയൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ഷിപ്പ് ആലോചിക്കുമ്പോൾ ഗോൾഡൻ ടൈംസ് ആയിരുന്നു അതൊക്കെ. വേറെ ആ ടോപ്പിക്ക് പെട്ടെന്ന് നമ്മൾ സ്കിപ്പായോ? എടാ, ബാധ്യതയാണോ നീ ഉദ്ദേശിച്ചത്? അത് ഉത്തരവാദിത്തങ്ങളില്ലാത്തൊരു സമയമാണ്. ഉത്തരവാദിത്തം വരുമ്പോഴാണല്ലോ ബാധ്യതകൾ വരുന്നത്. ഇപ്പോഴാണല്ലോ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നത്. ഒരു 20 മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വേറെ ഡെപ്റ്റ് ഇല്ല, നമ്മുടെ വീട്ടുകാരുടെ ചെലവിലാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ഒരു വേറെ റാപ്പിഡായിട്ടുള്ള അളിന്റെ 20 തൊട്ട് 25 വരെയുള്ള മെമ്മറി ലോസ്റ്റ് ആയി പെട്ടെന്ന്. അത് കിട്ടുന്നില്ല. ഞാൻ മെമ്മറി റീസെറ്റ് ചെയ്തായിരുന്നു. കാരണം ഞാൻ കൂടുതലും മിസ് ചെയ്യുന്നത് നമ്മുടെ കോളേജ് ലൈഫ്. ഇപ്പൊ ഞങ്ങള് ന്യൂമാൻ കോളേജ് തൊടുപുഴയിലാണ് പഠിച്ചത്. അളിയും കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ 22 വയസ്സുണ്ടായിരുന്നു. പ്രായമായ മനുഷ്യൻ തന്നെ. നമ്മുടെ ഒരു NSS അതിനിടയ്ക്ക് ഞാൻ 2 ബബ്ബ അടിച്ചായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ലൈവ് ആയിരുന്നു അത്. എടാ, നമ്മുടെ NSSന്റെ കുറെ സംഭവങ്ങള്, ന്യൂമാനിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത കുറെ സമയം. പിന്നെ സ്കൂൾ ലൈഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് സ്കൂളിലൊക്കെ മിസ്സിംഗ് കോളേജായിരുന്നു. ഞാൻ GHSS കല്ലാറിലാണ് 10th വരെ പഠിച്ചത്. ഹൈ റേഞ്ചിൽ മീൻസ് അല്ല, ഞാൻ അത് ഹിസ്റ്ററിയാ. LKG UKG ഒരു സ്കൂള്, 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ സ്കൂള്, 5 തൊട്ട് 6 വരെ ഒരു സ്കൂള്, 6 തൊട്ട് 10 വരെ ഒരു സ്കൂള്, 10 കഴിഞ്ഞിട്ട് പിന്നെ +1 +2 വേറെ സ്കൂൾ. അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗ് ആ സമയത്ത് ചെയ്യുമായിരുന്നു. ശ്രീ വിദ്യാധരാജ വിദ്യാസദൻ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, ഇടുക്കി ഡാമിന്റെ ചെറുതോണി ഡാമിന്റെ മൂട്ടിലായിട്ടിരിക്കുന്ന ഒരു പ്രസിദ്ധമായ സ്കൂൾ. ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 7 പേര്. മെഗാ സ്കൂൾ. 7 ആൺപിള്ളേരും 7 പെൺപിള്ളേരും. 10th ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 14 പേര്. അടിപൊളി എന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, പിടിക്കും പിടിക്കും. പക്ഷെ ടോപ്പായിരുന്നു. ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പായിരുന്നു. മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും സ്റ്റിൽ ആ 14 പേരും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എടാ, നമ്മള് ഒരു 90% ആൾക്കാരോട് അവർ എന്താ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മെയിനായിട്ട് പറയുന്ന സംഭവമായിരിക്കും കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, അതേപോലെ ആ ഒരു ചൈൽഡ്ഹുഡ്, നമ്മുടെ ചെറുപ്പകാലത്തുള്ള കുറേ മെമ്മറീസൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ മിസ് ഔട്ട് ചെയ്യുമ്പം നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പീരീഡ് ഭയങ്കര ഗോൾഡൻ ആയിട്ടുള്ളൊരു സമയമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴാണെങ്കിലും കോളേജിൽ പഠിച്ചപ്പോഴാണെങ്കിലും ആ ലൈവായിട്ടുള്ള ടൈമിൽ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് പിന്നീട് നമ്മളെ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു മെമ്മറി ആയിട്ട് മാറും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മിസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ സെയിം ഗോൾഡൻ ആയിട്ടുള്ളൊരു ടൈമിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 25 വയസ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമുക്ക് കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല, പക്ഷെ എനർജി ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും, സമയം ഉണ്ടാവും. ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു 30 വയസ്സാകുമ്പം ഈ 25ാമത്തെ വയസ്സിൽ നമ്മുടെ സ്കൂൾ ലൈഫിനെയും കോളേജ് ലൈഫിനെയും നമ്മൾ എങ്ങനെ മിസ് ചെയ്യുന്നോ അതേപോലെ ഈ ഒരു പ്രായത്തിനെ നമ്മൾ മിസ് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ സെയിം സ്കൂൾ ലൈഫും കോളേജ് ലൈഫും നല്ലതായിരുന്നു എന്ന് തോന്നാൻ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏജും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അറിയാൻ പോണേ സംഭവം അടിപൊളിയായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും. അപ്പോ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഇപ്പോ അതായത് ഈ നിമിഷം ഇപ്പൊ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ലൈഫ് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് ആഘോഷിക്കുക അങ്ങോട്ട്. അതിനുള്ള സമയമാണ് ഇതൊക്കെ. ഉത്തരവാദിത്തങ്ങളും ബാക്കി ബാധ്യതകളും സംഭവങ്ങളും മാത്രമല്ല, കരിയർ മാത്രമല്ല ജീവിതം. കുറച്ചൊക്കെ സൈഡിലൊന്ന് ആലോചിച്ച് ഓർത്ത് വെക്കാൻ മാത്രമേ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കണം. നല്ലൊരു മജ ഉണ്ടാകത്തുള്ളൂ. ഈ കരിയറിനെ പറ്റി പറയുമ്പോഴാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കേണ്ടി വരുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഡിപ്രഷൻ നമ്പർ 2. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായില്ലേ, PGക്ക് പോകുന്നുണ്ടോ, ജോലി കിട്ടിയോ, കല്യാണം കഴിക്കുന്നില്ലേ, മക്കളായില്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പരിചയത്തിലൊരു ഡോക്ടറുണ്ട്. സിനിമ പറഞ്ഞത് അത് തന്നെ. ഇതൊരു ലൂപ്പായിട്ട് വീണ്ടും കറങ്ങും അടുത്ത ജനറേഷൻ വരുമ്പോ സംഭവിച്ചോണ്ടിരിക്കണം. അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടാ, ഇവന്റെ ലൊക്കാലിറ്റിയിൽ ഒരു അമ്മാവനുണ്ട്. ഇങ്ങനെയുള്ള ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏജ് ഗ്രൂപ്പിലുള്ള ചെക്കന്മാരെ കണ്ടുപിടിച്ച്, ചെക്കന്മാരെയും പെൺപിള്ളേരെ ഒക്കെ കണ്ടുപിടിച്ച് ഇവരോട് ചോദിക്കലാണ് ഇയാളുടെ ഹോബി. ജോലി ആയില്ലേ, ജോലിക്ക് പോകുന്നില്ലേ, പാസ്സായോ, പണി കിട്ടിയില്ല, ശമ്പളം എത്രയുണ്ട്, ഇതാണ് ഇയാളുടെ ഹോബി. അങ്ങനെ ഇവനോട് 2-3 വട്ടം ചോദിച്ച് പിന്നെ ഇവൻ കുറച്ചാൾ പുറത്തൊക്കെ പോയി, ബാംഗ്ലൂർ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം ഇയാളെ വീണ്ടും കാണുക. ഈ അമ്മാവനെ വീണ്ടും കാണുന്ന സമയത്ത് ഇവനോട് ലിഫ്റ്റ് ചോദിച്ചു. ഇയാൾ വണ്ടി കയറിയപ്പം സെയിം സംഭവം. ഇയാൾ മറ്റേ ചോദ്യം ചോദിക്കുക, എന്നാ ഈ ജോലിയായോ, ശമ്പളം എത്ര ഉണ്ട്, ഓക്കെ. ഇവൻ എടുത്ത വായിക്കും. ഇവന് മടുത്ത് ഇയാളെ കൊണ്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാം. ഇവൻ പറഞ്ഞ് ജോലിയൊക്കെ ആയി, അടുത്ത വെച്ച് ഇനോവ ഇറക്കാൻ പോവാ, ഒരു പരിപാടി ഉണ്ട്, ഒരു 3000 രൂപ തന്നാ അമ്മാവനെ ഞാൻ ചേർക്കാം. അപ്പൊ അമ്മാവന് ആൻസൈറ്റി ചെയ്യാം, കൊള്ളാടെ പോലെ പരിപാടി എന്താ സംബന്ധിച്ച്. അമ്മാവനൊരു 3000 തരിക. അമ്മാവന്റെ വലത്തെ കാലിന്റെ അടിയിൽ ഒരു 10 പേരെ കയറ്റുക, ഇടത്തെ കാലിന്റെ അടിയിൽ ഒരു 10 പേരെ കയറ്റുക. ചുമ്മാ ഇരുന്നാ മതി. പിന്നെ ആ വലത്തെ കാലിന്റെ അടിയിലുള്ള 10 പേര് വേറെ 10 പേരെ കൊണ്ടുവരും, ഈ ഇടത്തെ കാലിന്റെ അടിയിലുള്ള 10 പേര് വേറെ 10 പേരെ കൊണ്ടുവരും. ലാഭം പരിപാടി. ആകെ ചെലവ് എത്രയാ? 3000. പിറ്റേ ആഴ്ച തൊട്ട് അമ്മാവൻ ഇവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തൊരു 100 അടി മാറി നടക്കത്തുള്ളൂ. പിന്നെ ചോദ്യം ഇല്ല, പറച്ചിലും ഇല്ല. ഇവനെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡും ഇല്ല, പഴയ ചോദ്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ സേഫായി. MLM കമ്പനിയുടെ പേര് SCAM. ഇത് പറഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നീ കൈലാസിനെ അറിയോ? നമ്മളോട് ക്രിക്കറ്റ് കളിക്കാൻ, നിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ട് കൈലാസ് ഇല്ലേ? ഞാൻ കേട്ടോ. നീ പറഞ്ഞിട്ടുണ്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അറിയാന്ന് പറ. കൈലാസല്ലേ നമ്മുടെ സ്വന്തം പയ്യൻ, മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ നിന്റെ കൂടെ. അതല്ലേ ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചാണ്, നിനക്കറിയില്ല. പിന്നല്ലേ എനിക്കറിയാം. നിനക്കറിയില്ല, എനിക്കറിയത്തില്ലേ. നീ ക്രിക്കറ്റ് കളിക്കാൻ ഇവരുടെ അഭിനയിക്കാൻ പറഞ്ഞു, എല്ലാവരുടെ അഭിനയിക്കാൻ പറയട്ടെ. ഇവൻ പണ്ട് ഇതേപോലെ ഇങ്ങനെ നമ്മള് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് അല്ലെ ഒരു 3000 രൂപ നീ ഇറക്കാണ്ടോ, എന്റെ കൂടെ പഠിക്കുന്ന ഒരു സീനിയർ ചേട്ടന്റെ അടുത്ത് വെച്ച് ക്രിസ്റ്റി ഇറക്കാൻ പോവാ. തേംസ് ബേ എന്ന് പറയുന്ന സംഭവം. എന്നിട്ടിടാ വീഡിയോ ആയി, റീലായി, ഓരോ സൗകര്യത്തിൽ പോയി ബെൻസ് ഇറക്കുന്നു, ഓടി ഇറക്കുന്നു. എന്താ ഓടി ക്യൂസ് ആണോ, ഏതൊക്കെയോ വണ്ടി ഇറക്കുന്നു. തുടക്കത്തില് ഈ പറഞ്ഞ ടോപ്പ് ലെവലിൽ നിന്നവന്മാരെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ ഡയലോഗിലാ ഞാനൊന്ന് വീണത്. എന്നിട്ട് ഇവൻ പൈസ വെച്ച് വിളിക്കണ ഒരു രക്ഷത്തെ ശല്യം. നമുക്കറിയാലോ ഇത് ഉടായിപ്പാന്ന്. പക്ഷെ ഞാൻ പൈസ കൊടുത്തോട്ടാ. 3000 പോയി. 3000 കൊടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമല്ലേ, എനിക്ക് പ്രൊഡക്റ്റും വന്നില്ല, കാലിന്റെ അടിയിൽ ആരും വന്നുമില്ല, 3000 ഇല്ല, കൈലാസും ഇല്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാസം കാണും സ്വിറ്റ്സർലൻഡിലോ ഓസ്ട്രേലിയയിലൊക്കെ. ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കുറെ സ്കാമും നടക്കുന്നുണ്ട്. ബാക്ക് ടു ടോപ്പിക്. ഞാൻ പറയാം, ഇവിടെ എന്തുകൊണ്ടാണ് കോളേജ് ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ാം ക്ലാസ് വരെ പുറകോട്ട് ആലോചിക്കുമ്പം കുഴപ്പമില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികൾ, അത് ഇത്. പിന്നെ ആ സമയത്ത് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളി പയ്യെ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും നിർത്തി. എന്നാലും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ആലോചിക്കുകയില്ല. സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക,
ശനി ഞായറൊക്കെ എന്തെങ്കിലും ക്ലാസ്സിന് പോവുക. നത്തിങ് ന്യൂ. ഒരു സ്ഥിരം നോർമൽ ലൈഫ് തന്നെ. പിന്നെ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ചെന്ന് കയറി അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സയൻസ് എടുത്തത്. പെട്ടെന്ന് തന്നെ മനസ്സിലായി സയൻസ് +1 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് കഴിഞ്ഞ് 2 പടി മേലെയാണ്. ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് കൂട്ടുകാരെല്ലാം കൂടെ കൂടി നാട് വിട്ട് പോണതിനെ പറ്റി ആലോചിച്ചത്. പഠിക്കാമെന്ന് കാര്യങ്ങളാ, പഠിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ അപ്പൊ ഇനി നാട് വിട്ട് പോവാന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ എല്ലാവരും പഠിത്തം നേരത്ത് നാട് വിട്ട് പോകാനെ കുറിച്ച് എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ ഞങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ പോയിട്ട് പുതിയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വന്നു. പുള്ളിയാളെ പിടിച്ചങ്ങോട്ട് സ്കൂൾ അങ്ങോട്ട് ജയിലാക്കി. ആ ജയിൽ ഫീല് മൊത്തത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ ചെന്നു, ആ പരിപാടിക്ക് പോകത്തില്ല, ഈ പരിപാടിക്ക് പോകത്തില്ല, ടൂറ് 3 ദിവസമുള്ള 2 ദിവസമാക്കി വെട്ടി കുറയ്ക്കുന്നു, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വഴക്ക്, പാന്റ് ചെറുതായിരുന്നു ഷേപ്പ് ചെയ്ത് അതിനടി. ആ പാന്റ് ഷേപ്പിങ്ങിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് പോവും, 4 അടി കിട്ടിയാലും. നീ നല്ല അടിച്ച് ചുമ്മാ സ്കെലറ്റഡ് ആയിരുന്നു. ഇവനെയൊക്കെ പിടിക്കണം. എല്ലൊട്ടാൻ പാകത്തിലാണ് പാന്റ് അടിച്ചോട്ട് പൊക്കോണ്ടിരുന്നത്. മുടി നേവി ഒക്കെ വിട്ടിട്ട് ചെല്ലാവളെന്ന് പറയും. നല്ല അടി അടിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തോട്ടാ നടന്നോണ്ടിരുന്നത്. ചൊക്ലിയായിട്ടാ പോകേട്ടത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ന്യൂമാനിലെ ടൂർ ഓർക്കുന്നുണ്ടോ? ന്യൂമാനിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് 1922 ബാച്ചായിരുന്നു. അപ്പൊ ആ സമയത്ത് 1922 ഞാൻ എന്റെ പോയിന്റ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ +2 അങ്ങനെ പോയി. പിന്നെ +2 എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പഠിത്തം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ക്ലാസ്സിൽ വരുന്നു, ക്ലാസ് കൂടുന്നു, പഠിക്കുന്നു, എല്ലാവരും പഠിച്ചതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്ലോയിൽ ഞാനും പഠിച്ചു പോയി. എന്നാലും അവിടെ വേറെ പ്രത്യേകിച്ച് എൻജോയ്മെന്റ് ഇല്ല. ആനിവേഴ്സറിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സെക്കൻഡ് ഇയേഴ്സ് പിള്ളേരോട് അവർ പറയും, ടീച്ചേഴ്സ് പറയും, മക്കളെ നിങ്ങൾ ആനിവേഴ്സറിക്ക് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു പരിപാടി അവതരിപ്പിക്കണമെന്നില്ല. ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേർക്കാണ് പരിപാടി ഉള്ളൂ. അത് ഫസ്റ്റ് ഇയേഴ്സും എല്ലാവരും വരില്ല. അത് അന്ന് ലീവ് എടുത്താൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് പോയിട്ട്, ഞാൻ 2 വർഷം ആനിവേഴ്സറിക്ക് പോയിട്ടു. കാരണം എന്തെങ്കിലും വേറെ എൻജോയ്മെന്റ് പരിപാടികളൊക്കെ വേണമെന്ന് എനിക്കൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ 2 വർഷം ഞാൻ ആനിവേഴ്സറിക്ക് പോയി. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ആകെ 2-3 പേര് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വന്നുള്ളൂ. പിന്നെ ഒരു പരിപാടി ക്ലാസ്സിൽ നിന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. ടീച്ചേഴ്സിന് ഒരു പരാതിയില്ല, പഠിച്ചാൽ മതി, ബാക്കി എല്ലാം പോട്ടെ. അപ്പൊ പഠിത്തം എന്നൊരു സംഭവം തന്നെയായിട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിള്ളേരൊക്കെ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒരുമാതിരി പുഴുങ്ങിയെടുത്ത കണക്കായിരിക്കും. എടാ കോളേജിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പരിപാടി വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്താനം പറയുക, കുറച്ച് തുള്ളാനുള്ള അവസരം, കണ്ട ക്യാമ്പ് അതും ഇതൊക്കെ ഉണ്ട്. കോളേജിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ പരിപാടിയുടെ തലേന്ന് തൊട്ട് അവിടെ സ്റ്റേ ആ. തീർച്ചയായിട്ടും രാത്രി അവിടെ സ്റ്റേ ആ. ഡെക്കറേഷൻ അല്ലാത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ ഓർമ്മയില് ക്ലാസ്സുകൾ കുറവാ. അതെ ക്ലാസ്സിൽ കയറിയത് വളരെ കുറവ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഓടി കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിൽ കയറാതെ. NSS പ്രോഗ്രാം, കോളേജിന്റെ അലൂമിനി മീറ്റപ്പ്, അത് ഇതൊന്നും ഫ്ലാഷ് മോബ്. എത്ര ഫ്ലാഷ് മോബിന് തന്നെയാണ്. അയ്യോ, ഒരു ഫ്ലാഷ് മോബിന് പ്രിപ്പറേഷൻ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിരിക്കും. എന്നത് രാവിലെ വന്ന് ബാഗ് ക്ലാസ്സിൽ കൊണ്ട് വെക്കുന്നു, തിരിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ പോകുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, വൈകിട്ടാകുമ്പോൾ തിരിച്ച് ആ ക്ലാസ്സിൽ കയറി നിന്ന് ഗ്രില്ല് കൂട്ടുന്നതിന് മുന്നേ ബാഗ് എടുക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ആര് വീട്ടിൽ പോകുന്നു? പക്ഷെ സ്റ്റിൽ അവരെ പറയുന്നത് ആര് വീട്ടിൽ പോകുന്നു? സപ്ലൈ ഇല്ലാതെ പാസ്സായി. യെസ്, സപ്ലൈ ഇല്ലായിരുന്നോടാ? ഒറ്റ അതിന് ഞാൻ ജസ്റ്റ് പാസ്സാണ്, കറക്റ്റ് പാസ് മാർക്ക്. അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക്. അത് ഞങ്ങൾ 3 പേരും BA ലിറ്ററേച്ചർ ആണ്, ഇംഗ്ലീഷാണ് ഡിഗ്രി ചെയ്തത്. അപ്പം സെക്കൻഡ് സെമ്മില് അതാണ് ഏറ്റവും പാടുള്ള സബ്ജക്റ്റിൽ ആ 3 വർഷത്തില്. ന്യൂവാൻസസ് അല്ല, ഒരു നീല മറന്നുപോയി. പക്ഷെ ഇച്ചിരി വിഷയമായിരുന്നു അത്. പ്രോപ്പർ ആയിട്ട് ടീച്ചേഴ്സ് അങ്ങനെ ക്ലാസ് എടുത്ത് ആ ബുക്കിനെ ഒന്ന് പിഴിഞ്ഞ് പഠിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് പഠിക്കാനും ഇച്ചിരി തല വേണമായിരുന്നു. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. എന്നാലും ആ പേപ്പറൊക്കെ എഴുതി നല്ല മാർക്ക് മേടിച്ച ആൾക്കാരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് പാസ് മാർക്ക്. പക്ഷെ ജോയിൻ രണ്ടാമത് സപ്ലൈ എഴുതി എടുത്തപ്പോ അവന് നല്ല മാർക്ക് കിട്ടി. സപ്ലൈ എഴുതപ്പോ ഒരു 50 മേളിലേക്കൊക്കെ മാർക്ക് കിട്ടി ഭാഗ്യത്തിന്. 100 കണ്ടാത്ത 50 മറ്റേ ഇതും കൂടെ വരുമല്ലോ. പിന്നെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ 3 ഡയറക്ഷനിലായിരുന്നു. ജോയലിന് വേറെ കുറച്ച് കൂട്ടുകാര്, മനു പിന്നെ ക്ലാസ് തുടങ്ങി എത്ര 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൻ തന്നെ. അപ്പൊ ഇവന് വേറെ കൂട്ടുകാർ. പിന്നെ എനിക്ക് ക്ലാസ്സിൽ കൂട്ടുകാരെ ഇല്ലായിരുന്നു, എനിക്ക് പുറത്തായിരുന്നു.
ക്ലാസ്സിൽ ഫ്രണ്ട്സേ ഇല്ലായിരുന്നു. എനിക്ക് കോളേജിൽ പുറത്തായിരുന്നു ഫ്രണ്ട്സ് ഫുള്ള്. അപ്പം പിന്നെ ക്ലാസ്സിൽ അങ്ങ് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് NSS നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു സെലക്ഷൻ അങ്ങ് വന്നു. നാഷണൽ സർവീസ് സ്കീം വന്ന് 3 പേരും പോയി ജോയിൻ ചെയ്തു. 3 പേർക്ക് സെലക്ഷൻ കിട്ടി. ഒരു ക്യാമ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഒരു സെലക്ഷൻ കിട്ടിയില്ല. എനിക്ക് കിട്ടി. നമ്മുടെ ഇടയിൽ ഏതോ ഒരാൾക്ക് മിസ്സായിരുന്നു. എനിക്കല്ല. നിനക്കല്ലേ? അതെ, ഇവനാണെനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിഖിലിന് സെലക്ഷൻ കിട്ടി. അപ്പൊ ആ ക്ലാസ്സിൽ 3 പേരായിരുന്നു. ഇനി ആരും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിഖിൽ അങ്ങാണ്ട് പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലടാ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഒരു ഉച്ചയ്ക്ക് ഞാനും ഗോകുലും കൂടെ നേരെ പോയിട്ട് നോട്ടീസ് ബോർഡിൽ പോയി പേര് നോക്കാം ആർക്കൊക്കെ സെലക്ഷൻ കിട്ടി. അന്ന് നീ കട്ടപ്പനെ പോയേക്കും. അന്ന് നീ വന്നിട്ടില്ല. അന്നൊരു തിങ്കളാഴ്ച ആയിരുന്നു. നീ അന്ന് ലീവായിരുന്നു. നീ നമ്മള് ശനിയാഴ്ച ഇടുക്കിക്ക് പോകുമല്ലോ സാധാരണ. അപ്പൊ നീ തിങ്കളാഴ്ച വന്നിട്ടില്ല. ഞാനും ഗോകുലും കൂടെ നേരെ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കി പൂജ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ആദ്യം ഗോകുലെ കണ്ടു. അത് കഴിഞ്ഞ് നോക്കി വന്നപ്പോൾ ജോയൽ കണ്ടു. ഞങ്ങൾ 2 അടിയൊക്കെ അടിച്ചിട്ട് നേരെ പൂജയുടെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും പൂജയില്ല. പെട്ടെന്ന് അയ്യോ മനു ഇങ്ങനെ നോക്കി വന്നപ്പോ നീയില്ല. 3 വട്ടം നോക്കി. നീ എവിടെയാന്നറിയാം. നിന്റെ പേരില്ല. ഇടയ്ക്ക് ഒരു പരിപാടി അവർ നടത്തിയായിരുന്നു. മറ്റേ പ്രളയം ഉണ്ടായ ടൈമാണ്. കുറെ സാധനമൊക്കെ ശേഖരിച്ച് അവിടെ വെച്ചിട്ട് കൊണ്ട് ആ പരിപാടിക്ക് നീ വന്നായിരുന്നു. ഇല്ല. ആ പരിപാടിക്ക് ഞാനും ജോയലും പോയി. വേറെ 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് വന്ന എല്ലാവർക്കും സെലക്ഷൻ കൊടുത്തു. ഇവൻ വന്നിട്ടുമില്ല. അളിയനെ ഞങ്ങള് ലൈവായിട്ട് വിളിച്ചു. എടാ ഞങ്ങക്ക് സെലക്ഷൻ കിട്ടിയില്ല. അളിയൻ എന്റെ പരിപാടിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന സീനിയേഴ്സ് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് നിഖിൽ എന്ന് പറഞ്ഞിട്ട്. അവൻ ചേരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഒരാൾക്കൂടെ ഉള്ള ഗ്യാപ്പ് വന്നു. അപ്പൊ അവിടെ ഇവൻ വന്നു. പിന്നെ പറഞ്ഞ പോലെ അവന്റെ പൊട്ടൻഷ്യല് അറിയായിരുന്നു ഈ പറഞ്ഞ. പക്ഷെ ആ ഒരു നേരത്തെ വന്ന് ക്ലോളം തികഞ്ഞു പോയിട്ടുണ്ടായ പ്രശ്നമായിരുന്നു. പക്ഷെ ആ NSS കാരണമാണ് ഒരുപാട് മെമ്മറീസ് ഉണ്ടായത്. അയ്യോ, ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഓഫീസർ ജിതിൻ സാറുണ്ട്. ജിതിൻ സാറാണ് പൈസ എടുത്ത് വീശുന്ന ആള്. അപ്പം ജിതിൻ സാറിന്റെ ഗൂഗിൾ പേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തേക്കണമില്ല, പൈസ അയച്ചേക്കണം. സാർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇപ്പം അന്നത്തെ റെയിൻ ഫിലിം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുമരകത്തൊരു ഫിലിം ഫെസ്റ്റിന് ഞങ്ങൾ പോയിട്ടുണ്ട്. 3 ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. ഫിലിം ഫെസ്റ്റ് ഒഴിച്ച് അങ്ങനെ. പിന്നെ അതേപോലെ ഓരോരോ പർപ്പസിന് കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല. കാർ എടുക്കുന്നു, ഡീസൽ അടിക്കുന്നു, 5 പേരെ കയറ്റുന്നു, പോകുന്നു. ആൾട്ടോ 800 ഉണ്ട്. അതുമായിട്ട് ചുമ്മാ പെട്രോള് കോളേജിന്റെ വക പോവാനൊരു കാരണമുണ്ട്. അത് രാവിലെ പോയി പാതിരാത്രി തിരിച്ചു വന്നാൽ മതി. ട്രിപ്പ് മയം ഞങ്ങളെല്ലാരും കാണും. എല്ലാ പരിപാടിക്കും സുഖ വഴി. അതാ സാറും കൂടെ നമ്മളോട് അങ്ങനെ സാറിനും അറിയാം ഈ പറഞ്ഞ നമ്മളങ്ങനെ. പക്ഷെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാലും പോണ കാര്യം നടത്തി സെറ്റായിട്ട് തിരിച്ചു വരാറുള്ളൂ. അതുകൊണ്ടാണ് സാറിനൊരു വിശ്വാസം. അതുകൊണ്ടാണ് പൈസ ഇങ്ങനെ വാട്സ്ആപ്പ് ചാറ്റ് പോലെ വന്നോണ്ടിരുന്നത്. പക്ഷെ നമ്മള് വേണ്ട വിധം, നമ്മുടെ ഒരു ഗുണം, നമ്മള് വേണ്ട വിധം കോളേജ് ലൈഫ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കൊറോണ കൊണ്ടുപോയി കുറച്ച്. പക്ഷെ 1.5 വർഷം മേലെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും ആ 1.5 വർഷം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. ആ ടൈമില് കൊറോണ കഴിഞ്ഞ് ലോക്ക്ഡൌണിന് ശേഷം ക്ലാസ്സസ് തുടങ്ങുന്ന സമയത്ത് ടൂറ് ചോദിച്ച് മേടിച്ചൊരു വാച്ചാണ് ഞങ്ങളുടെ. സത്യം, അത് ഭയങ്കര ഒരു കഥയാണ്. 3 ദിവസത്തെ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ സ്കാം ചെയ്യോ. ഒരു ദിവസം വൈകിട്ട് പോയി പിറ്റേ ദിവസം 3 ദിവസം സ്പെൻഡ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്നൊക്കെ പറഞ്ഞൊരു 5 ദിവസം കൊണ്ടൊക്കെ ടൂറ് ഒരു തരത്തിലും നടത്താനുള്ള സാഹചര്യം ഇല്ല. ടീച്ചേഴ്സ് വരുന്നില്ല എന്ന് പറയുന്നു, കോളേജിൽ നിന്ന് നടത്തണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാദറുണ്ട്. ഫാദറിന്റെ പേര് പറയണു? ഞങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ ആയിരുന്ന ഫാദർ ബെൻസൺ ആന്റണി. ഇപ്പോ നിലവില് നമ്മുടെ കോളേജിന്റെ ബർസാറാണ്. അപ്പം അങ്ങനെ അച്ഛനെ പോയി കണ്ടാലാണ് പരിപാടി നടക്കുള്ളൂ. അങ്ങനെ അച്ഛനെ പോയി കണ്ട് ടൂർ കിട്ടത്തില്ലാന്ന് പറഞ്ഞു. വീണ്ടും അച്ഛനെ പോയി കാണുന്നു, ടൂർ കിട്ടത്തില്ലാന്ന് പറയുന്നു. അച്ഛന്റെ റൂമിൽ പോയി കാണുന്നു, അച്ഛന് സ്വൈര്യമില്ലാതാണോ. അച്ഛന് രാത്രി വിളിക്കണു, വൈകിട്ട് വിളിക്കണു. അച്ഛന് ഉണ്ണാനും ഇരിക്കാനും സമയമില്ലാതായി. ടൂർ കിട്ടാൻ വേണ്ടി പറയാതിരിക്കുന്നത്, ടൂർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആരേക്കാളും നന്നായിട്ട് പ്രയത്നിച്ചത് ഇവരാണ്. ക്ലാസ് പഠിച്ച വേറൊരു കൂട്ടുകാരനെ ഞാൻ ജോലി 2 തവണ ചോദിച്ചിട്ട് സമ്മതിക്കില്ല. ബാക്കി മനു നോക്കിക്കോളാം പറഞ്ഞു. അങ്ങനെ അച്ഛൻ ക്ലാസ്സിൽ വരും, പഠിപ്പിക്കാൻ പുസ്തകം തുറക്കും, അച്ഛൻ ടൂറ്. അച്ഛൻ അടങ്ങിയിരിക്കും, ആലോചിക്കട്ടെ. അങ്ങനെ തരത്തില്ല എന്ന് പറയുന്ന സാധനം. ലാസ്റ്റ് ദിവസം ബെൻസൺ അച്ഛൻ വന്നിട്ട് സ്റ്റാഫ് റൂമില് ടൂർ വിടണം. ടൂർ വിട്ടില്ല, ശരിയല്ല, എനിക്ക് ജീവിതമില്ല, മനസ്സിലാത്ത അവസ്ഥയായി. അതെ, ചെറിയ സർക്കുലർ എന്താ നിബന്ധനകളോടെ പോവാം എന്ന് സർക്കുലർ വന്നെങ്കിൽ പോലും ഞങ്ങൾ 3 ദിവസത്തെ ടൂർ പോയി. അതും നല്ല അടിപൊളിയായിട്ട് പോയി. പാട്ട്, കൂത്ത്, പരിപാടി. അന്ന് ബാൻ കിട്ടിയ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അതെ, അന്ന് ടൂർ പോയവരൊക്കെ ഒരു
കമന്റിൽ ഹാർട്ട് ഇട്ടിട്ട് പോട്ടെ. അതെ, നമ്മളായിട്ട് കണ്ടക്ട് ചെയ്ത നിന്റെ ഐഡിയ നമ്മളായിട്ട് കണ്ടക്ട് ചെയ്ത മറ്റേ ക്യാൻഡിൽ ലൈറ്റ് പരിപാടിയൊക്കെ ഓഫ്. അതല്ല ഏറ്റവും വലിയ സംഭവം പറയട്ടെ, ഞങ്ങള് ടൂർ പോകാൻ നേരത്ത് അവർക്കിട്ട് പടക്കാനായിട്ട് വെച്ചൊരു സാധനമായിരുന്നു നമ്മുടെ മറ്റേ വീഡിയോ എടുത്തതില്ലേ, കോളേജിനെ മൊത്തത്തിലൊരു വീഡിയോ എടുത്തില്ലായിരുന്നു? കോളേജിനെ മൊത്തത്തിലൊരു വീഡിയോ എടുത്ത് മറ്റേ കോളേജിന്റെ മൊത്തത്തിലുള്ള വീഡിയോ മാത്രമല്ല, പഴയ ഫോട്ടോസ്, അതായത് ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള ഫോട്ടോസ് തൊട്ട് കോളേജിന്റെ നമ്മൾ യൂഷ്വലി പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ. അങ്ങനെ ഹൃദയത്തിന്റെ ബീജിയം. ഇട്ടിട്ട് വീഡിയോ നമ്മള് 3 പേരും ഇവിടെ ഇരുന്ന് കണ്ടിട്ടാണ് ആ സാധനം പോയത്. എന്നിട്ട് വരെ ഞാൻ ഇരുന്ന് കരഞ്ഞു. എല്ലാരും കരഞ്ഞൊരു ടൂർ. അതായത് ടൂറിന്റെ ലാസ്റ്റ് ദിവസം ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി തിരിച്ചു കയറാൻ നേരത്ത് ഞങ്ങൾ ആ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ഒരു പെൻഡ്രൈവ് ഇട്ടിട്ട് അവിടുത്തെ വണ്ടിയിലുള്ള അണ്ണന്മാരെടുത്ത് പ്ലേ ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു മിനിറ്റ് ആയിരുന്നു മൂകത. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒച്ച ഇടക്കിടക്ക് കേൾക്കാം. ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കാം. അതിലെ മെയിൻ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സാമും കഴിഞ്ഞ് ക്ലാസ്സസ് ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ടൂർ പോകുന്നത്. അതായത് ടൂർ കഴിഞ്ഞിട്ട് കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അതോടെ പിന്നെ നമ്മള് സ്റ്റുഡന്റ് അല്ല, ന്യൂമാന്റെ സ്റ്റുഡന്റ് അല്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ടൂർ പോയത്. എന്നാ ആ ടൂർ പോയപ്പോ അന്ന് വരെ വേണ്ടാത്ത ആൾക്കാരായിട്ട് കമ്പനിയായി. ഭയങ്കര ബോൾഡായി ആൾക്കാര്. പക്ഷെ സംഭവം നേരെ ടൂർ കഴിഞ്ഞ് വന്നു, എല്ലാരും പുറത്തിറങ്ങി പല വഴിക്കായി. അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് ഡബിൾ ഫീൽ ആയിരുന്നു ടൂറിന്. അന്ന് പിന്നെ നമ്മുടെ കൂടെ ടൂറിന് വന്ന മറ്റേ വണ്ടിയുടെ ചേട്ടന്മാര്, എന്താണ് നിബിൻ, പുലിച്ചേട്ടൻ ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ എന്റെ പൊന്നെ. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല അന്ന് കണ്ടു. എന്റെ പൊന്നെ എന്തായാലും അടിപൊളിയായിരുന്നു. കുറേയേറെ മെമ്മറീസ് ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന്. പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പല സ്വഭാവങ്ങൾ മാറി, കുറെ ഇമ്മെച്യൂരിറ്റീസ് മാറി. പിള്ളേരായിട്ട് സിങ്ക് ആവണമെങ്കിൽ യാത്ര പോകണം. ഫസ്റ്റ് ഇയർ ഒരു ടൂർ വേണം തീർച്ചയായിട്ടും. അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും ഒരു വൺ ഡേ കോളേജുകൾ അറിഞ്ഞു കൊടുക്കേണ്ട പരിപാടിയാണ്. കാരണം സൗഹൃദം കൂടി കഴിയുമ്പോൾ ഓർത്ത് വെക്കാനുള്ള കുറെ ഓർമ്മകൾ അതിൽ നിന്ന് കിട്ടും. എല്ലാരും ഒന്ന് ജെല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ശനിയാഴ്ച പോലും വീട്ടിൽ ഇരിക്കാറില്ല. ശനിയാഴ്ച കോളേജ് ഇല്ല, എന്നിട്ട് രാവിലെ വിളിയാ, എവിടാ കോളേജ് വാ. എന്നിട്ട് കോളേജ് വന്നിരുന്നിട്ട് ഇല്ലാത്ത പരിപാടിയെ പിടിച്ച് വർത്താനം പറഞ്ഞാൽ നമ്മളല്ല, കൂട്ടുകാരിമാരും ഉണ്ട്, എല്ലാവരും കൂടി കോളേജ് വരും. ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. 2022 കോളേജ് ചേർന്നതാ. ഇന്ന് 2025 ജൂൺ മാസം 12-ാം തീയതി രാത്രി 9:30 ഇപ്പോഴും പിരിയാൻ പറ്റിയിട്ടില്ല. സത്യം. അതായത് കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്നേ ഇല്ല. എനിക്ക് തീരെ പോകണമെന്നില്ല. ഞാൻ ഒരു പണി എന്തൊക്കെ കാരണമാണ് ഞാൻ എന്റെ വീട്ടിൽ പോകും. 3:30-3:45 ആകുമ്പോ ക്ലാസ് കഴിയും. എല്ലാ 5 മണി 6 മണി ആവാതെ ഞങ്ങൾ 3 പേരും വീട്ടിൽ കയറാറില്ല. തീർച്ചയായും. കാനഡയ്ക്ക് പോയെന്ന് ഒരുത്തെ പോയില്ല. പുറത്തു പോകാൻ സ്കോളർഷിപ്പ് ഇട്ട് ഒരുത്തെ പോയില്ല. പ്ലേസ്മെന്റ് കിട്ടി, പണിക്ക് പോയില്ല. പഞ്ചാബിലെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ലത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആർക്കും വിട്ടുപോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് തൊടുപുഴ. യെസ്, എനിക്ക് അഹങ്കാരത്തോടെ പറയാം, പലർക്കും കിട്ടാത്തൊരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു പങ്ക് തൊടുപുഴയ്ക്കുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് വേറൊന്നുമല്ല, നമ്മുടെ തന്നെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കോളേജ് ലൈഫ് വലിയ കാര്യമായിട്ട് എൻജോയ് ചെയ്യാതെ വരുന്നു, കൂട്ടുകാരോടൊക്കെ ഇരിക്കുന്നു, പോകുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു പീക്ക് ലൈഫ് ഉണ്ടാവും. ചിലവർക്ക് +1 +2 ആയിരിക്കും ഭയങ്കര, ചിലവർക്ക് 10ാം ക്ലാസ് വരെ. എനിക്ക് കോളേജ് ലൈഫാണ് മെയിനായിട്ട് കിട്ടിയത്. എനിക്ക് 1 തൊട്ട് 10 വരെ, പിന്നെ നമ്മുടെ കോളേജ്. ഇവന്റെ പിന്നെ ഏകദേശം ചെറുതിലെ തൊട്ട് ഇവന് കുറെ കൂട്ടുകാരന്മാരുണ്ട്. ഇപ്പൊ കോളേജ് വന്നപ്പോ നമ്മളെ കിട്ടി. ഇതിനു മുന്നേ അവന്മാര് വേറെ കൂട്ടുകാരുണ്ടായിരുന്നു ഇടുക്കിയിൽ. ഇവന് അത് തന്നെ, അവരും ഉണ്ട് ഇപ്പോഴും, ഇവരും ഉണ്ട് ഇപ്പോഴും. ഇതിനെ നമുക്ക് തമ്പില് ക്ലിക്ക് ബേറ്റ് ഇടാം. മീലവ് തൊടുപുഴ എന്ന് പറഞ്ഞു. മീലവ് തൊടുപുഴ. പിന്നെ എടാ ഇതിപ്പോ നമ്മളെന്താ നമ്മള് ഈ ടോപ്പിക്കിന്റെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങി. നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ച്, അത് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ച് ഇപ്പൊ മിസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു ബ്ലോഗായിട്ട് മാറി. സത്യം. ഇതൊക്കെ അത്രയ്ക്കും ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും എന്ത് പറയാം, ഗോൾഡൻ ടൈമാണ്, മിസ് ചെയ്യേണ്ട. ഇപ്പൊ തുടങ്ങിക്കോ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര എൻജോയ് ചെയ്യാം. അതെ, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാകും. ഇപ്പൊ ഞങ്ങള് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ കൂടി എന്തെങ്കിലും പരിപാടി ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിൻ സംഭവം. അതെ. ഇപ്പൊ ചിലവർക്ക് കൂട്ടുകാർ കൂടി നിൽക്കുന്ന ഒരു സംഭവം ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ അതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും.
ഒരു റിഗ്രറ്റ് ഉണ്ടാകത്തില്ല. ഇതിപ്പോ ഇവൻ ജോലി കഴിഞ്ഞ് വന്നതാണ്, ജോലി അവന്റെ പരിപാടി കഴിഞ്ഞിട്ട് വന്നതാണ്, ഞാനും ജോലി കഴിഞ്ഞിട്ട് വന്നതാണ്. അത് ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടണമെന്ന് നമുക്ക് ഭയങ്കര കൊതിയായിരുന്നു പണ്ടോട്ടെ. അതുകൊണ്ട് നമ്മള് വേണ്ടാന്ന് വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് തന്നെ. ഒരു പക്ഷെ ഒറ്റ ക്ലിക്കില് നല്ലൊരു ജോലിയൊക്കെ കിട്ടി പോകാൻ പറ്റുന്ന ഓപ്ഷൻ പോലും വേണ്ട എന്ന് വെച്ച സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം, അതായത് എല്ലാ ദിവസവും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം, അത് മാത്രം കൊതിച്ച് വന്നൊരു സംഭവമാണ്. അതിന് കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും ആ സംഭവത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും 100% ഹാപ്പിയാണ്, ഒന്നും പറയാനില്ല. 100% ഹാപ്പിയാണ്. ഈ നാട്ടിൽ തന്നെ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മൈൻഡുള്ള കുറെ ആൾക്കാരുണ്ട്. ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ പാടാണ്. പക്ഷെ ഈ വെളിയിൽ പോകുന്ന അടക്കം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഭവമാണ് നാട്ടിൽ നിൽക്കുക, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുക. അപ്പം ഒരു ഓപ്ഷൻ കൊടുക്കുവാണ്, നാട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, നല്ലൊരു ജീവിതം ഉണ്ടാകാം, അതിനുള്ള സാഹചര്യമുണ്ട്, വെളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ വെളിയിലേക്ക് പോകാൻ ഒരു ഓപ്ഷനുണ്ട്. രണ്ടിൽ നിന്ന് ഏകദേശം ഉണ്ടാക്കാൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് സെയിം ആണ് എങ്കിൽ മിക്കവാറും ആൾക്കാർ നാട്ടിൽ തന്നെ നിൽക്കുള്ളൂ. സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സോഷ്യൽ ക്ലാസ് വെച്ചേക്കാണ് ഇവിടെ. മിക്ക ആൾക്കാരും പുറത്തേക്ക് പോകുന്നതിന്റെ കാരണം തന്നെ അവർക്ക് അവിടെ യാതൊരു വിധം ഒന്നുമില്ല. ആൾക്കാർ ഒന്നും ജഡ്ജ് ചെയ്യാനില്ല, ഒന്നുമില്ല. ഇവിടെ കുറെ ആൾക്കാരെ പേടിയാണ്. ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ നാളെ ഒരു സ്ഥലത്ത് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുവാണെങ്കിൽ, അത് എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുവാണെങ്കിൽ എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവർ പറയും എന്റെ വീട്ടിലെ ആ ഒരു സ്റ്റാറ്റസ് എന്താവും. ഇതൊക്കെ പേടിച്ചും കണ്ടും തന്നെയാണ് മിക്ക ആൾക്കാരും തന്നെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേ ഞാൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപകരിക്കുന്ന ഒരു ടോപ്പിക്ക് പറയാം. എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫും, എന്താണ് അതിന്റെ വ്യത്യാസം? സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വേണേൽ വെളിയിൽ നിന്ന് ആൾക്കാർ പെർസീവ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണെന്ന് വേണേൽ പറയാം. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ സംഭവമാണ്. നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ജോയൽ എന്താ പറയുന്നത്? ഭയങ്കര ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് പറയണേ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്താലാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ അത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം, നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ ബോറോ ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നു. എനിക്ക് ഇന്ന സംഭവങ്ങളുണ്ട്, എനിക്ക് ഈ കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ വീടുണ്ട്, എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ലിവിങ് ഇങ്ങനെയാണ്, ഞാൻ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്തു അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് അവിടെയായി. പക്ഷേ ഇതിൻ്റെ സോഴ്സസ് നമുക്ക് സമാധാനം തരുന്നതാണോ അല്ലയോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ടോ മറ്റൊരാളോട് ബോറോ ചെയ്തിട്ടോ നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാം. പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതേ നമുക്ക് താല്പര്യമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് സെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്കുള്ള ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും. അതിൽ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവില്ല, ബോറോയിങ്സ് ഉണ്ടാവില്ല, ലോണുകൾ ഉണ്ടാവില്ല, ഒരു ടെൻഷൻസും ഇല്ല, സീറോ ഡെപ്റ്റ്, ഹാപ്പിനെസ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അനുഭവിക്കുന്നവരെ തീരെ ചുരുക്കമല്ലേ? തീരെ ചുരുക്കമല്ല, അല്ല അല്ല. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്തിരിക്കും. അതാ ഞാൻ പറഞ്ഞേ, ക്ലീഷ ആയിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരില്ല. ഇല്ല ഈ ഒരു ജനറേഷനിൽ ഇപ്പൊ നമ്മൾ ജനറേഷന് ഭയങ്കരമായിട്ട് കുറ്റം പറയും, അത് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് പറയാന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് മിനിമലായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. തീർച്ചയായിട്ടും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ അപ്പനും അമ്മയുടെ ജനറേഷന് നമ്മുടെ ജനറേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. അതിപ്പം നമുക്കൊരു കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം കുറെയൊക്കെ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് എന്താന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റൂല, ഒന്നും തിരിച്ചറിയാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് സീറോ അസറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു പേരൻസിന്റെ കാഴ്ചപ്പാടില് ലോൺ എടുത്തൊരു വീട് വെക്കുന്നതായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഭയങ്കര നല്ല കാര്യം. പക്ഷെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സില് അങ്ങനെ വലിയൊരു ഡെപ്റ്റ് എടുത്ത് വെക്കാതെ ഒരു റെന്റഡ് പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് മിനിമലായിട്ടുള്ള റെന്റ് അടച്ച് പോകുന്നതിനൊപ്പം ഒരു SIPയോ അല്ലെങ്കിൽ ഒരു 15% ഓഫ് റിട്ടേൺസ് 15 ഇയേഴ്സിൽ കിട്ടുന്നൊരു SIP നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയത്ത് വലിയൊരു ബാധ്യതയിലേക്ക് പോവാതെ
ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്കൊരു വീട് പണിയുള്ള പൈസ 15 കൊല്ലത്തിന് ശേഷം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ആ ഒരു മുന്നത്തെ ജനറേഷനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഒരു കല്യാണപ്രായമാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്വന്തമായിട്ടൊരു വീട്, അതൊരു പല കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മിക്കവരുടെ ആ ഒരു അവരുടെ ഒരു തോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലാണ് മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും കല്യാണം ആലോചിച്ച് വരുമ്പോ സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് പറയണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കണം. ഇതിന്റെ ഉള്ളിൽ മാത്രം കിടക്കുന്ന ഒരു എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ആരാദ്യം പറയുന്നില്ല. പക്ഷെ കയ്യില് നല്ല പൈസ ഉണ്ടായിട്ട് വീട് പണിത് കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ടായി ഒരു മോശാവസ്ഥ കിടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തീർച്ചയായും അത് വലിയൊരു അവസ്ഥയാണ്. അത് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇമ്മച്ചുവർ എന്ന് പറയത്തുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വീട് എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം നേടിയെടുത്ത് കഴിഞ്ഞപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പോയി. നമ്മൾ ഫോർസീ ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്തെടുത്തു. പക്ഷെ ഇപ്പൊ ഉറക്കമില്ല, ഇപ്പൊ സമാധാനമില്ല, ഒന്നുമില്ല. ആ വീട് അവിടെ ഉണ്ട്, ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങൾ ഓടിക്കാൻ വരെ അവസ്ഥയില്ലാത്ത രീതിയിലേക്ക് ആയിപ്പോ. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അഡ്വൈസ് ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും. നമ്മുടെ തൊട്ട് മുന്നത്തെ ജനറേഷൻ നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യും, കാറ് വാങ്ങാൻ പറയും, വീട് വെക്കാൻ പറയും, അങ്ങനെ പലതും ചെയ്യാൻ പറയും. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും പോയി ഇത്രയും വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കരുത്. ഇപ്പം ഒരു കാർ എടുക്കാൻ പോകണമെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40% കാറിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 40% കയ്യിലുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ചിന്തിക്കുക. അതിന്റെ EMIക്ക് പുറമെ വരുന്ന ഒരുപാട് ചിലവുകൾ വേറെ ഉണ്ടാവും. മെയിൻ്റനൻസ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഇടയ്ക്ക് വല്ല ആക്സിഡന്റ് പോലത്തെ സംഭവങ്ങൾ സംഭവിച്ചിട്ട് അത് വേറെ ബർഡനാവും. ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഉറപ്പായിട്ടും തിങ്ക് ട്വൈസ് ബിഫോർ യു ഡു എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും ഇത്ര വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കാതിരിക്കുക. നിങ്ങൾ കണ്ണും പൊട്ടി ഒരു 15 കൊല്ലം റെന്റിന് താമസിച്ചോ, ഒരു തെറ്റും പറയാനില്ല. മീൻ ടൈമിൽ നിങ്ങൾ നല്ലൊരു റിട്ടേൺസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചൂസ് ചെയ്യുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 15 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് സെറ്റിൽ ആവണമെന്ന് തോന്നുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സത്യം. ഇതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷന്റെ മുന്നത്തെ ഒരു ലെജൻഡറി ജനറേഷൻ ഉണ്ട്. ഒരു കുപ്പി കള്ളിന് വേണ്ടി 1.5 ഏക്കറൊക്കെ എഴുതി കൊടുത്തൊരു ടീമുണ്ട്. അതിലാരെങ്കിലും ഇത് കാണുന്നുണ്ട്? അതെ, ഒരു കുപ്പി കള്ളിനൊക്കെ വേണ്ടി സിമ്പിൾ ആയിട്ട് 1.5 ഏക്കറൊക്കെ എഴുതി കൊടുത്തിട്ട് വീട്ടിൽ വന്ന ടീമുകളെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അവരൊന്നും എന്റെ പൊന്നാണോ അതൊന്നും പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യോ എന്റെ പൊന്നെ. അവരാണ് ഇപ്പൊ വന്നിട്ട് ചോദിക്കുന്നത്, എന്നാ മകളെ ജോലിയൊന്നും പണിക്ക് പോണ്ടേ? നിങ്ങളൊക്കെ ഒരു കുപ്പി കളിന് വേണ്ടി കൊച്ചി കിടക്കണം 10-15 ഏക്കർ എടുത്ത് വിറ്റായിട്ടാണ് ഈ കാണുന്നത് പണ്ടാറടൊക്കെ. ഇപ്പൊ 4 മൂട് കപ്പയും വെച്ച് തെക്ക് വട കിടക്കുന്നുണ്ട് എന്റെ പൊന്നെ. എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ഒരു ലീനേജ് എടുത്ത് നോക്കിയാലും അതിലെവിടെയെങ്കിലും 1-2 പേര് തീർച്ചയായിട്ടും കാണും. തീർച്ചയായിട്ടും. പിന്നെ ഇതിലെ ഇങ്ങനെ പോകുന്നൊരു ചെയിൻ ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് ഫാമിലിക്ക് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ പറ്റുന്നത് ഭയങ്കര ഒരു അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലർക്കേ പറ്റുള്ള ഒരു ചെയിൻ ബ്രേക്ക് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഒരാളാണ് ശ്രമിക്കുന്നത്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കും. എല്ലാ കുടുംബത്തിലും കാണും അങ്ങനെ ഒരാള്. അതെ അതെ. അപ്പോ മനു എണീറ്റ സ്ഥിതിക്ക് മറ്റൊരു വെടിക്കെട്ട് ടോപ്പിക്കുമായിട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. നമ്മള് ടോപ്പിക്കിൽ നിന്ന് വിട്ടുമാറിയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അതാണ് ഫണ്ണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ പല പല കാര്യങ്ങളെ പറ്റി സംസാരിക്കും. ഒരു ടോപ്പിക്കിൽ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പല പല ഐഡിയോളജീസ് ഒന്നും കയറി വരത്തില്ല. നിങ്ങള് ജീവിതത്തില് മിസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമന്റിലൂടെ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും. ഇതിന്റെ ഇടയ്ക്ക് കുറെ സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു അവിടെ പഠിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ അവന്മാർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഞാൻ പഠിച്ചത് +1+2 പഠിച്ചത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലക്കുടം. അവിടുത്തെ പ്രിൻസിപ്പൾ അറിയാവുന്നവരും അവിടുത്തെ സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരും കമന്റ് ചെയ്യുക. അയ്യോ അതിന്റെ പേര് പറഞ്ഞ പുള്ളി സ്ട്രിക്റ്റ് ആയിട്ട് ആൾക്കാരറിയില്ലേ? അത് വിഷയമുള്ള വരില്ല, പൊങ്കാലയുടെ അവന്മാരില്ല. ട്രാവേ എന്റെ ചാനലിൽ ഞാൻ അതിലൂടെ രക്ഷയെ പാത്രമായി സമർപ്പിക്കുന്നു. ആ സ്കൂൾ ഇപ്പൊ മാറിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സാറില്ലെങ്കിൽ ചുമ്മാ വെറുതെ വന്ന് പോയി ഒന്ന് ഓർത്തു വെക്കാനും ഇല്ല. സെയിം അവസ്ഥയായിരുന്നു +1+2 എനിക്കും. ഈ പറഞ്ഞ കണക്ക് ഷേവിംഗ് റൂം, പിന്നെ ഡിസിപ്ലിൻ ആയിട്ട് 2 ടീച്ചേഴ്സിനെ വെച്ചേക്കുന്നു. എന്റെ ദൈവമേ, ചുമ്മാ കേറി വരുന്ന വഴി പട്ടേ നമ്മൾ അറിയത്തു പോലും ഇല്ല. ചെന്ന് ആ ബ്ലോക്കിലേക്ക് കയറുന്ന വഴി ഒരാൾ പറന്ന് എവിടെ നിന്നൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരുന്നത് കാണാം. പറന്ന് വന്നിട്ട് ചന്തി ഒക്കെ 4 പൊട്ടിച്ചു കഴിഞ്ഞൊരു
മില്ലി സെക്കൻഡ് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അടി വീണോന്ന്. പറക്കുക എടാ. എന്നിട്ട് ഈ പിള്ളേർ ഈ പറഞ്ഞ കണക്ക് ഈ കുത്തഴിക്കാൻ പാകത്തിന് അടിച്ചുകൊണ്ട് വരും. സ്കൂളിൽ വെച്ച് അടിക്കും. അതായത് മറ്റേ അടിക്കും, വൈകിട്ടാകുമ്പോ അടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ അടിക്കും, പിറ്റേ ദിവസം അടിക്കും. ഇങ്ങനെ തൊളയവന്മാരുടെ പുറകിലൊക്കെ. ഇപ്പൊ ആ സാധനം കണ്ട അയ്യം സത്യം. ഇപ്പൊ ഒരു കാലിനകത്ത് 4 കാല് കയറാനുള്ള ലൂസായിട്ടൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത്. അല്ല പണ്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ അടിച്ച് എല്ലിനോട് കൂട്ടിയൊന്നും ഞാൻ പല്ല് വെച്ചിട്ടില്ല. അടിച്ച് പച്ചയ്ക്ക് വെക്കുന്നില്ലാട്ടോ. ശതക്കാല സമയത്തൊരു ട്രെൻഡ്.